ഇടുക്കി മൂലമറ്റത്ത് യുവാവിനെ വെടിവെച്ചു കൊന്നു. ബസ് ജീവനക്കാരനായ കീരിത്തോട് സ്വദേശി സനൽ സാബുവാണ് കൊല്ലപ്പെട്ടത്. സനൽ ബാബുവിന്റെ കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിയുതിർത്ത മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടുകടയിൽ ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഫിലിപ്പ് മാർട്ടിൻ ആക്രമണം നടത്തിയത്. മോഷ്ടിച്ച തോക്കാണ് പ്രതി വെടിവെക്കാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഞാനും എൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. പുലർക്കാണ് കാരണം ഇവിടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വണ്ടിയെ പോയാണ്ട് ചോദിച്ചു, ചേട്ടാ എന്തോ ഒരു സൗണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കറുത്ത കാറ് ആൾക്കാർ ഇവിടെ അടുത്തുനിന്ന് വീട്ടിലൊന്ന് പോകുന്നുണ്ട്. പിന്നെ ആൾക്കാരെന്നെ പുറകിന് ഓടി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വണ്ടിയായിട്ട് എൻ്റെ പുറകിന് പോയി. അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞു, സാറേ വെടി വെച്ചിട്ട് പോയ വണ്ടിയാണെന്ന് പറയുകയും ചെയ്തു. ഇത്രയാണ് നമ്മൾ കണ്ടത്. ഞങ്ങൾ കുളിക്കാൻ പോയിട്ട് പോയതായിരുന്നു. ഇയാളറിയോ? മാർട്ടിനെ അറിയാമോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. നമ്മൾ കാശുകളൊക്കെ വിളിക്കുന്നത് അവനെ മാത്രമേ അറിയുള്ളൂ. അമ്പലത്തെ കൊണ്ടേ ഞങ്ങളാണ്. വേറൊരു കേസുമായിട്ട് ഞങ്ങൾ വലിക്കുന്ന അപ്പം അവിടെ ഈ സംഭവം നമ്മൾ അത് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോലീസുകാരൊപ്പത്തിന് അവിടെ വന്നു. അത് കഴിഞ്ഞ് അമ്പലത്തെ കയറ്റി ഞാനും 2 കൂട്ടുകാരും കൂടെ കൂടിയാണ് തൊഴ സെൻമീസിൽ കൊണ്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തോ 2 പേരും നിങ്ങളാണോ? അല്ലല്ല, ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീട്ടുകാർ വന്നു. അതിന് കോലഞ്ചേരിക്ക് കൊണ്ടുപോയി. എവിടെയാണ് പരിക്കേറ്റത്? വെടിവെച്ച എവിടെയാണ്? ഇവിടെ പിന്നെ വായൻ്റെ കൂടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. സാഗർ വിവരങ്ങൾ നൽകും. സാഗർ, ഈ കൊലപാതകം അത് മോഷ്ടിച്ച തോക്കുകൊണ്ടാണ്. ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം, അതിന്മേലുള്ള പ്രകോപനമൊക്കെയാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു വെടിവെയ്പ് തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റത്ത് ഉണ്ടായത്. ചെറിയൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു കൊലപാതകം, ഒരാളെ കൊല്ലുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈ പ്രതി, ഇയാളുമായിട്ടുണ്ടായ ചെറിയൊരു വാക്കുതർക്കമാണ് ഇത്തരം ഒരു വലിയൊരു കാര്യത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും വെടിവെച്ച പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇടുക്കി കീരിത്തോട് സ്വദേശിയായ ഒരാളാണ്, കീരിത്തോട് സ്വദേശിയായ സനൽ സാബുവാണ് ഈ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് മൂലമറ്റം സ്വദേശി പ്രദീപിനെ മറ്റൊരാളെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രിയിലുണ്ടായി തട്ടുകടയിലുണ്ടായ ചെറിയൊരു വിഷയം ഇത്രത്തോളം ഒരു ആളെ വെടിവെച്ച് കൊല്ലുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രകോപനം, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിലൊരു വെടിവെപ്പിന് കാരണമായതെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മെ പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ ചെറിയൊരു കാരണം, പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം. ഈ പ്രതി കടയുടെ സമീപത്ത് വെച്ച് വഴക്കുണ്ടാവുകയും തുടർന്ന് വീട്ടിലെത്തി തോക്കെടുത്ത് തിരികെ കടയിലെത്തി. അതിനുശേഷം കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ കടയിലേക്ക് നിരവധി തവണ വെടിവെച്ചു. ഈ വെടിയിൽ നിന്ന് കടയിലുള്ളിൽ ഉള്ള ആർക്കും ഈ വെടിവെപ്പിൽ പരിക്കേറ്റിരുന്നില്ല. തുടർന്ന് ഇയാൾ തിരികെ പോകും വഴി ബൈക്കിൽ എത്തിയവരുമായി വീണ്ടും വാക്കേറ്റം ഉണ്ടാകുകയും അതിനെ തുടർന്നാണ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഈ പ്രതി വെടിവെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനിടെ പ്രതിയുടെ ഈ കയ്യിലുണ്ടായിരുന്ന തോക്ക് മോഷ്ടിച്ചതാണെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഈ നേരത്തെ എന്തെങ്കിലും അക്രമ സംഭവങ്ങളിൽ പങ്കാളിത്തമുള്ളതാണോ, ക്രിമിനൽ സ്വഭാവമുള്ള ആളാണോ? ഈ പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമായി കാണുന്നുണ്ടോ പോലീസ് ഈ കൊലപാതകത്തെ? തീർച്ചയായും രഞ്ജിത്ത്, ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. നാട്ടുകാർ പറയുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു, അവിടെ നിന്നാണ് വീട്ടിലെത്തി തോക്കെടുത്ത് തിരികെ വന്ന് വെടിവെച്ചതും സംഭവങ്ങൾ നടന്നതെല്ലാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ വിദേശത്തായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഒരു കേസുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിലൊന്നും സ്ഥിരീകരണം വരുത്തിയിട്ടില്ല. ഇനി മറ്റ് സ്റ്റേഷനുകളിലോ ജില്ലയ്ക്ക് പുറത്തോ എന്തെങ്കിലും മറ്റ് ക്രിമിനൽ കേസുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കേണ്ടതുണ്ട്. നാട്ടുകാർ പറയുന്ന ഒരു വിവരം മാത്രമാണ്. ഇയാൾക്ക് മുമ്പൊരു കേസുള്ളതായി പറയപ്പെടുന്നുണ്ട്. ഇയാൾ വിദേശത്ത് നിന്ന് അല്പനാൾ മുമ്പ് എത്തിയാണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു പ്രകോപനം മാത്രമാണ് ഇത്തരത്തിലൊരു വെടിവെപ്പിലേക്ക് ഇന്നലെ പെട്ടെന്ന് ഇയാളെ എത്തിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തട്ടുകടയിൽ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ചെറിയൊരു കാരണത്തെ ചൊല്ലിയാണ് ഉണ്ടായ സംഭവമാണ് ഇത്തരത്തിലൊരു വെടിവെപ്പിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ശരി, സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.